ന്യൂസിലാൻഡിൽ നിന്നുള്ള ന്യൂസ് കേൾക്കുന്നത് ആകെ കുഴപ്പമായല്ലോ. നമ്മുടെ നേഴ്സിംഗ് മൈഗ്രേഷന്റെ അല്ലേ? എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ മൈഗ്രേഷൻ ഓസ്ട്രേലിയയിലേക്ക് നടന്നത് ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലാണ്. അതിന് സാധ്യമായത് ഈ ന്യൂസിലാൻഡ് കൊടുത്ത ഒരു പാത്വേ ആണ്. അതായത് UK, അയർലൻഡ്, കാനഡ, USA എന്നീ രാജ്യങ്ങളിൽ നേഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ പ്രത്യേകിച്ച് ക്യാപ് കോഴ്സോ അഡാപ്റ്റേഷൻ കോഴ്സോ ഒന്നും ഇല്ലാതെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ, ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് അഫ്ര രജിസ്ട്രേഷൻ ആയിട്ട്, ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. അതിനാണ് ഇപ്പൊ ഒരു തിരിച്ചടി നേടിയിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആ പ്രോസസ്? UK-യിലുള്ള നഴ്സസ്, കേരളത്തിൽ നിന്ന് പോയ UK-യിലുള്ള നഴ്സസ്മാർ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് ഈ OBA പ്രോഗ്രാം തന്നെ ഉള്ളൂ, OBA പാത്വേ തന്നെ ഉള്ളൂ. അല്ല എന്നിരിക്കല് അവരുടെ നേഴ്സിംഗ് രജിസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്ത് അവർ പഠിച്ച കോഴ്സ് UK ബേസ്ഡ് അല്ലെങ്കിൽ സിംഗപ്പൂർ അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ USA ആ സ്ഥലങ്ങളിൽ നിന്നായിരിക്കണം അവർ നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കണം അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് സ്റ്റിൽ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കൊടുക്കും. എങ്കിൽ വേറൊരു പാത്വേ ഉള്ളത്, ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർക്ക് വേറൊരു പാത്വേ ഉണ്ട്. ആക്ച്വലി അതും എല്ലാവർക്കും അറിയാവുന്ന അറിയത്തില്ല. ഈ മിഡിൽ ഈസ്റ്റിലുള്ളവര് ഒത്തിരി പേര്, എസ്പെഷ്യലി GNM നേഴ്സസ് ആയിട്ട് മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവര് ഈ ഹമ്മദ് അതുപോലെയുള്ള മിനിസ്ട്രി ലെവലിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, അപ്പൊ ആ ഹോസ്പിറ്റൽസ് എല്ലാം അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് പോസ്റ്റ് BSc ലെവലിലേക്ക്. ആ സമയത്ത് ഈ പറയുന്ന മിനിസ്ട്രി ഹോസ്പിറ്റൽസിനെല്ലാം ടൈപ്പ് ഉള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ, കൂടുതലും കനേഡിയൻ യൂണിവേഴ്സിറ്റീസുമായിട്ടാണ് അവർക്ക് ടൈപ്പ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ GNM നേഴ്സസ് ഒത്തിരി പേര് ആ രീതിയിൽ ആ യൂണിവേഴ്സിറ്റിയുടെ രീതി പ്രൊവൈഡ് ചെയ്യുന്ന, കനേഡിയൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ UK യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പോസ്റ്റ് BSc എടുത്തിട്ട് ആറിനായിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഓസ്ട്രേലിയക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ OBAയുടെ പാത്വേ ഓവർകം ചെയ്തിട്ട് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അത് സ്ട്രീം A എന്നുള്ള രീതിയിൽ വന്നിട്ട് അവർക്ക് സെൽഫ് അസസ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇന്ന സ്ഥലങ്ങളിലാണ് അവരുടെ കോഴ്സ് ചെയ്തതെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ ഓൾറെഡി ഈ പ്രോസസ്സിൽ ആയിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ പ്രോസസ്സിന് അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അതോ അവർക്കും ഇത് തന്നെയാണോ? ഈ ജൂലൈ 1 ആണ് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നേ ഈ പ്രോസസ്സ് തുടങ്ങി അതിന്റെ പേയ്മെന്റ് ചെയ്തവർക്ക്, നേഴ്സിംഗ് കൗൺസിലെ പേയ്മെന്റ് ചെയ്തവർക്ക് ഈ പുതിയ അപ്ഡേറ്റ് ബാധകമായിരിക്കില്ല. അവർക്ക് പഴയ ആനുകൂല്യങ്ങളെല്ലാം കിട്ടും. ആ രീതിയിൽ തന്നെ അവർക്ക് അവരുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും എന്നാണ് അവർ ഇൻഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പാത്വേ ടഫ് ആവും. അപ്പം നമ്മള് OBA പാത്വേയിലേക്ക്, ഓസ്ട്രേലിയ തന്നെ ഡ്രീം ചെയ്യുന്നവര് ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് പാത്വേയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സജഷൻ ഇപ്പം നിലവിലുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമങ്ങൾ ഇനിയും ചേഞ്ച് ചെയ്യും. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ എപ്പോഴും പുതിയ പുതിയ വഴികൾ തുറക്കപ്പെടും. അപ്പൊ എല്ലാവരും, എസ്പെഷ്യലി നേഴ്സസ്, IELTS ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാനാണ് നോക്കേണ്ടത്. ഒരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു രാജ്യം അതിന്റെ വാതിൽ ഓപ്പൺ ചെയ്യും എനി ടൈം. അപ്പം ആരും ഇതൊന്നും കണ്ടിട്ട് ഡൗൺ ആവേണ്ട ഒരു ആവശ്യമില്ല. ഈ രാജ്യം അല്ലെങ്കിൽ വേറൊരു രാജ്യം വരും. അടുത്ത തൽക്കാലത്തേന് ഇതുണ്ടെന്നുള്ള അപ്ഡേറ്റ് നമ്മുടെ പേജിലും കൂടെ നമ്മളൊന്നും അറിയിച്ചിരുന്നില്ല. എല്ലാവരും തന്നെ അറിഞ്ഞ കാര്യമാണ്. എന്നാലും നമ്മളും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജും ഈ ഡെറിക് വേൾഡ് യൂട്യൂബ് ചാനലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വലിയ ഒരു കാരണം പോലും ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. കാരണം ഒത്തിരി പേര് നമ്മളെ ആ സമയത്ത് കോൺടാക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളിൽ ഡൗട്ട് ചോദിച്ച്, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഓരോ അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചും തീർച്ചയായിട്ടും ചില സങ്കടമുള്ള ഒരു അപ്ഡേറ്റ് ആണെന്നിരിക്കലും ആരും പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല. പുതിയ അപ്ഡേറ്റ്സിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. താങ്ക് യു.